എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിനെ പറ്റിയും ഖുർആനിന്റെ വിശദീകരണമായ തിരുനബിയുടെ വചനങ്ങളെക്കുറിച്ചും വ്യക്തമായി ആധികാരികമായി പഠിച്ച ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ എഴുതിയത് കാണാം. ശാസ്ത്രജ്ഞന്മാർ മുഴുവനും പറയുന്നു ദമുൽ ഹൈദ് കട്ട പിടിച്ചിട്ടാ കുട്ടി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജറിന്റെ കാലത്തടക്കമുള്ള ശാസ്ത്രതാണ്. അതുകൊണ്ടാണല്ലോ ഇബ്നു ഹജർ അത് പറയാൻ കാരണം. ഇന്ന് മൂക്ക് കീപ്പോട്ടായ ഒരൊറ്റ സയന്റിസ്റ്റ് പോലും പറയൂല ആർത്തവരക്തം കട്ട പിടിച്ചാ കുട്ടി ഉണ്ടാകുന്നത്. പുരുഷ ബീജമാണ് കുഞ്ഞാകുന്നത്, ലോകം സമ്മതിച്ച യാഥാർത്ഥ്യമാണ്. എന്നാൽ ഖുർആൻ ഇറങ്ങി 1000 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ശാസ്ത്രം ഇത് കണ്ടെത്തുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ജീവിച്ചത് 9ാം നൂറ്റാണ്ടിലാണ്, അല്ലേ? 9ാം നൂറ്റാണ്ടിലാ ജീവിച്ചത്. 7ാം നൂറ്റാണ്ടിൽ എന്റെ പ്രിയ 9ാം നൂറ്റാണ്ടിൽ അഥവാ ഹിജ്റ 9ാം നൂറ്റാണ്ടിലാണ് ബഹുമാനപ്പെട്ടവർ ജീവിക്കുന്നത്. അതേസമയം ക്രിസ്താബ്ദം അനുസരിച്ച് 7ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. വലിയ അത്ഭുതമല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. ഒരൊറ്റ കുട്ടിയും ഇന്ന് ലോകത്ത് പറയൂല ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാ കുട്ടി ഉണ്ടാകുന്നത്. എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ എത്ര ഭംഗിയായിട്ടാ പറഞ്ഞത്. അലം യകു നുത്ഫതം മിൻ മനിയ്യിൻ യുംനാ, അലം യകു നുത്ഫതം മിൻ മനിയ്യിൻ യുംനാ. ഈ മനുഷ്യൻ ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജാണുവായിരുന്നില്ലേ? എത്ര കൃത്യമായ ചോദ്യം. ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലം, അത് മുഴുവനും മനുഷ്യനാകുന്നില്ല, ഒരു തുള്ളി പോലും മനുഷ്യനാകുന്നില്ല. ഒരു തുള്ളിയിലെ ലക്ഷക്കണക്കിന് അണുക്കളിൽ ഒന്നാണ് ഉമ്മയുടെ അണ്ടവുമായി ചേർന്ന് മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉമ്മയുടെ അണ്ടവുമായി ചേർന്ന് ആ സിക്താണ്ഡത്തിൽ നിന്നാണ് മനുഷ്യൻ രൂപമെടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. എന്നാണ് ഖുർആൻ ഇത് പറഞ്ഞത്? അന്ന് ഖുർആനിനെ ശാസ്ത്രം തിരിയാത്തവരായി കൊഞ്ഞനം കുത്തിയവരുണ്ടാകും. എങ്കിൽ നമ്മൾ ഒരിക്കലും ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാൻ പാടില്ല. കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കുക വേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ പലരും ചിലപ്പോൾ ശാസ്ത്രം പറഞ്ഞതിനെതിരാണ് ഖുർആൻ എന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ച് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വളച്ചൊടിക്കണ്ട, കാരണം തിരക്ക് കൂട്ടണ്ട. ചില കാര്യങ്ങൾ വ്യക്തമായി ഖുർആൻ പറഞ്ഞത് അതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഉദാഹരണം 7 ആകാശങ്ങളെ പോലെ. 7 ആകാശമുണ്ടെന്ന് നമ്മൾ ഈ പ്രസംഗിക്കുന്ന സമയത്തും ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ല. 1ാം ആകാശം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് തന്നെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മൾ 7 ആകാശങ്ങളെ നിഷേധിക്കണോ? മുത്തുനബി 7 ആകാശമുണ്ടെന്ന് പറഞ്ഞു. ഖുർആൻ പറഞ്ഞു തട്ട് തട്ടായിട്ട് സബ്അ സമാവാതിൻ തുബാഖ. മാത്രമല്ല മുത്തുനബി സഹീഹായ ഹദീസിലൂടെ പഠിപ്പിച്ചു, ബൈന കുല്ലി സമാഇൻ 500 ആം. ഓരോ ആകാശത്തിന്റെയും ഇടയിൽ 500 കൊല്ലത്തെ വൈദൂരമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെയാ ചിന്തിക്കേണ്ടത്. ഓരോ ആകാശത്തിന്റെയും ഇടയിൽ 500 കൊല്ലത്തെ വൈദൂരം. അങ്ങനെ അങ്ങോട്ട് അളന്ന് കൂട്ടിയിട്ട് ആ മഹാപ്രപഞ്ചം, ആ ആകാശവും ഭൂമിയും അടങ്ങുന്ന മഹാപ്രപഞ്ചം, അതിന്റെ വിശാലത എത്രയാണ്? അവിടെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്വർഗത്തിന്റെ വിശാലത നമ്മൾ അളക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വലിയ ഒരു ലോകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞത് എന്തുകൊണ്ട് തെറ്റിയില്ല? ഇത് നബി തങ്ങൾ പറഞ്ഞതല്ല, മറ്റുള്ളവരൊക്കെ പറഞ്ഞത് തെറ്റി. അത് അതത് കാലഘട്ടത്തിലെ ഗവേഷണങ്ങളാണ്. ഗവേഷണങ്ങളുടെ പേരിൽ അവര് നടത്തിയ പ്രസ്താവനകളാണ്, അത് നിഗമനങ്ങളാണ്. അത് പൂർണ്ണമായി സത്യമായി പുലരണം എന്നില്ല. അങ്ങനെയാണുള്ളത്. അത് തെറ്റാം, ശരിയാവാം, രണ്ടിനും സാധ്യതയുണ്ട്. അതേസമയം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്തുകൊണ്ട് തെറ്റിയില്ല? മനുഷ്യനെ സൃഷ്ടിച്ചൊരുക്കിയവന്റെ വചനമാണ് ഖുർആൻ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അല്ലദീ ഖലഖ്. അവൻ പറഞ്ഞത് തെറ്റൂല, അവൻ പറഞ്ഞതൊരിക്കലും തെറ്റൂല. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഗർഭപാത്രത്തെ പടച്ചവൻ പറഞ്ഞാൽ അതൊരിക്കലും തെറ്റിപ്പോവുകയില്ല. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ തന്നെ ആ സംഗതിയിൽ ഇടപെട്ടത്. സൂറത്തുൽ മുഅ്മിനൂനയിൽ ഓരോ ഘട്ടവും ഭ്രൂണമായി കിടക്കുന്ന ഘട്ടം, മാംസകഷ്ണമായി കിടക്കുന്ന ഘട്ടം, രക്തക്കട്ടയായി മാംസകഷ്ണമായി, ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങൾ ഒരു ഗർഭസ്ഥ ശിശുവിന്റേത് പ്രതിപാദിക്കുമ്പോൾ അത് എത്ര മാസമുണ്ട്, എത്ര കാലമാണ് ഇതിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് ഓരോന്നിങ്ങനെ മാറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ വ്യതിയാനങ്ങൾ, സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മ എന്നൊക്കെ പറഞ്ഞതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഭൗതിക ശാസ്ത്രം നമ്മോട് പറയുന്നത്
എന്താണെന്നറിയോ? ഏകദേശം 6 ആഴ്ച. ഏകദേശം 6 ആഴ്ചയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് സമയമെടുക്കുന്നത്. ഏകദേശം 6 ആഴ്ച എന്ന് പറഞ്ഞാൽ 42 ദിവസം ഉണ്ടാകും. കൃത്യമായ 6 ആഴ്ച പറയുമ്പോൾ 42 ദിവസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്? സഹാബത്ത് പറയുന്നു, ഹദ്ദസനാ റസൂലുള്ളാഹി വഹുവ സാദിഖുൽ മസ്ദൂഖ്. സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അന്ന ഖൽഖ അഹദികും യുജ്മഉ ഫീ ബത്നിഹി 40 യൗമാ. 40 യൗമാ ثم يكون علقة مثل ثم يكون مضغة مثل. 40 ദിവസങ്ങളാണ് ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശാസ്ത്രം പറയുന്നു ഏകദേശം 42 ദിവസവും ഏകദേശം 6 ആഴ്ച. അതും ഈ 40 എന്ന് റസൂലുള്ള കൃത്യമായി പറഞ്ഞതും എത്ര കൃത്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ. നമുക്ക് ശേഷം വരാൻ പോകുന്ന വിവരങ്ങൾ അതിലുണ്ട്, സഹാബത്തിന്റെ ശേഷം വന്ന വിവരങ്ങൾ അതിലുണ്ട്. കഴിഞ്ഞില്ല, ഈ ഖുർആനിന്റെ അജായിബുകൾ അവസാനിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി 7 ആകാശം എന്ന സത്യങ്ങളിലേക്ക് 2ാം ആകാശം കണ്ടെത്തി എന്ന് പറഞ്ഞേക്കാം. വലാ യൻഖളി അജായിബുഹു. അതുപോലെ തന്നെ വഹുവ സിറാത്തുൽ മുസ്തഖീം. വിശുദ്ധ ഖുർആൻ നേരായ പാതയാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവന് പിഴക്കൂല. ഖുർആൻ സത്യമായ റൂട്ടാണ്. അതുകൊണ്ടല്ലേ ആയിഷ ബീവി എന്തായിരുന്നു നബിയുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോ അത് സിറാത്തുൽ മുസ്തഖീം ഖുർആനാണ്. കാന ഖുലുഖുൽ ഖുർആൻ. മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറഞ്ഞതും ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം. നബിയെ തങ്ങൾക്ക് പിഴവ് പറ്റുകയില്ല. അലാ സിറാത്തിൽ മുസ്തഖീം, തങ്ങൾ നേരായ റൂട്ടിലാണെന്ന് പറഞ്ഞാൽ ഇമാം ബൈളാവി കൊടുത്ത അർത്ഥം അസ്സിറാത്തുൽ മുസ്തഖീം ഹുവ തൗഹീദു വൽ ഇസ്തിഖാമത്തു ഫിൽ ഉമൂരി കുല്ലിഹാ. ഏത് ആദർശത്തിൽ തങ്ങൾ ശരിയായ വിശ്വാസത്തിലാണെന്ന് മാത്രമല്ല, അതുമാത്രമല്ല വൽ ഇസ്തിഖാമത്തു ഫിൽ ഉമൂരി കുല്ലിഹാ, തങ്ങളുടെ ഒരു ചലന നിശ്ചലനങ്ങളിലും തങ്ങൾക്ക് പിഴവ് പറ്റുകയില്ല. എല്ലാം നേരെ ചൊവ്വയായിരിക്കും യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഓരോ ചലനവും. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴക്കുകയില്ലെന്ന് നമ്മൾ പറയാൻ കാരണം. അല്ലെങ്കിലും നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് നൂറായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന്റെ ശേഷം ആ ഹബീബ് പിഴച്ചു പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരിക്കലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറുപ്പത്തിൽ പോലും തെറ്റുപറ്റിയില്ലെങ്കിൽ, ആ നബി തങ്ങൾക്ക് നൂറാകുന്ന ഖുർആൻ അവിടുത്തെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ട് തെറ്റുപറ്റിയേ. അതുകൊണ്ടല്ലേ ജിഅ്റാനയിൽ വെച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് സ്വത്ത്, സമരാർജിത സ്വത്ത് വിഭജിച്ചു കൊടുക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ദുൽഖുബൈസറത്തു തമീമി, നമുക്കൊക്കെ അറിയാവുന്നയാളാണ് അല്ലേ? എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യഅ്ദിൽ യാ മുഹമ്മദ് ഫഇന്നക ലം തഅ്ദിൽ. മുഹമ്മദേ, നീ നീതി പാലിക്കണം, നീ നീതി പാലിച്ചിട്ടില്ല എന്ന് അയാളുടെ ചിന്തക്കനുസരിച്ച് അയാൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ വിഭജനം കണ്ടിട്ട് അയാൾക്ക് തോന്നിയതാണ്. അത് അയാൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല്, അത് നിനക്കങ്ങനെ തോന്നിയെങ്കിൽ അതിന്റെ ന്യായം ഇതാണ്, അതിന്റെ വശം ഇതാണ്. ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് അയാൾക്ക് കൂടുതൽ കൊടുത്തത്, ഇന്ന കാരണം കൊണ്ടാണ് ഇയാൾക്ക് ഇത്രയായത് എന്നൊന്നും ന്യായം പറയാനല്ല മുത്തുനബി നിന്നത്. മറിച്ച് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? വമൻ യഅ്ദിലു ബഅദി ഇദാ ലം അഅ്ദിൽ. ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ഇനി ആരാണ് ഇവിടെ നീതി പാലിക്കാനുള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹി ചോദിക്കുകയാണ്. എനിക്ക് തെറ്റുപറ്റുകയാണെങ്കിൽ പിന്നെ ലോകത്ത് ഞാൻ അനീതി കാണിക്കുകയാണെങ്കിൽ പിന്നെ ഇനി ലോകത്ത് ആരാണ് നീതി കാണിക്കാം? എത്ര നല്ല ചോദ്യമാണ്. ബഹുമാനപ്പെട്ട ബീവി ഹലീമ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടുന്ന നാളിൽ എന്റെ മകൻ ലംറത്തിനും മുഹമ്മദുർ റസൂലുള്ളാഹിക്കും ഒരുമിച്ചാണ് മുല കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുല കൊടുത്ത് വളർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഉമ്മയിലേക്ക് തിരിച്ചേൽപ്പിച്ചു, വല്ലിപ്പയിലേക്ക് തിരിച്ചേൽപ്പിച്ചു. നബി തങ്ങൾ വളർന്നു, നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. അങ്ങനെ മദീനയിലെത്തി. അതിനുശേഷം ബഹുമാനപ്പെട്ട ബീവി ഹലീമ റളിയല്ലാഹു അൻഹാ, ആ ബീവി ഹലീമ റളിയല്ലാഹു അൻഹ വിശ്വസിച്ചതിന്റെ ശേഷം നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ കുട്ടി ചെറുപ്പത്തിൽ തന്നെ ചില്ലറക്കാരനായിരുന്നില്ല. എന്താ കാരണം? ഞാൻ അന്ന് മുല കൊടുക്കുന്ന സമയത്ത്
ഈ കുട്ടിക്ക് ഞാൻ മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു വലിയ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ കുട്ടിക്ക് കൊടുത്തിരുന്നത് വലത്തെ മുലയാണ്. ഇടത്തെ മുല എന്റെ കുട്ടി ലംറത്തിനും കൊടുത്തിരുന്നു. ഈ കുട്ടിയോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. ചരിത്രം നീണ്ട ചരിത്രമാണ്. എന്നിട്ട് പറയുന്നു, ഒരു ദിവസം വലത്തെ മുല കൊടുത്തു, ലംറത്തിന് അപ്പോൾ മുല കൊടുക്കുന്നില്ല. ഞാൻ ചിന്തിച്ചു, ഇടത്തെ മുലയിൽ പാല് നിറച്ചുണ്ട്, അതും കൂടെ മുഹമ്മദിന് കൊടുത്താലോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് കിടക്കുന്ന മുഹമ്മദിനെ തിരിച്ചു കിടത്തി. മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചു കിടത്തിയിട്ട് ഇടത്തെ മുലക്കണ്ണെടുത്ത് നബി തങ്ങളുടെ വായിൽ തിരുകി കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബീവി ഹലീമ പറയുകയാണ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത്തെ മുല കുടിച്ചില്ല. എന്താ ഇതിന് കാരണം? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസായിസുൽ കുബ്രയിൽ എഴുതുന്നത് കാണാം, ലിഅന്നഹു അലിമ അന്ന ലഹു ശരീകം ഫിർ റദാഅ. മുല കുടിക്കാൻ തന്റെ കൂടെ മറ്റൊരു പാർട്ണറും കൂടെ ഉണ്ടെന്ന ബോധമായിരുന്നു ഇത്. എനിക്ക് മാത്രമല്ല, എനിക്ക് കുടിക്കാനുള്ളത് വലത്തെ മുലയാണ്, ഇടത്തെ മുല ലംറത്തിന് കൊടുക്കുന്നതാ എന്നും കണ്ടത് അത് അവന്റേതാണ്. അതുകൊണ്ട് ഞാൻ ഇടത്തെ മുലയിലുള്ള പാല് കുടിക്കുന്നത് ആരാന്റെ അവകാശത്തിൽ കൈയിട്ട് വാരലാണ്, അതെനിക്ക് ചേർന്ന പണിയല്ല എന്ന് ഒരു വയസ്സ് പോലും പ്രായമാകാത്ത, മാസങ്ങൾ മാത്രം പ്രായമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി അന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇത്രയും വലിയ ജസ്റ്റിസ്, നീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ആ ഖൽബിൽ ഇറങ്ങിയതിന്റെ ശേഷം അവിടെ അനീതി കാണിക്കുകയോ? അതുകൊണ്ടാ മുത്തുനബി ചോദിച്ചത്, ഫമൻ യഅദിലു ബഅദി ഇദാ ലം അഅദിൽ. ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ഇനി ലോകത്ത് ആരാണ് നീതി പാലിക്കുക? എനിക്കത് മനസ്സിലാകുന്നില്ല, പറയണം. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞത്, വിശ്വാസം, കർമ്മം, കുടുംബം എല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചം. കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമ്മളെല്ലാവരും മരിക്കും. നാളെ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക മാത്രമേ മാർഗമുള്ളൂ. വിശുദ്ധ ഖുർആൻ പഠിതാക്കളായ നിങ്ങൾ സ്വർഗവും നരകവും ചർച്ച നിങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് എത്രയോ തവണ കേട്ടതായിരിക്കും. ഈ ചർച്ചയുടെ പൂർത്തീകരണത്തിന് അത് ആവശ്യമാണെന്ന് കരുതിക്കൊണ്ടും ഈ ചർച്ചക്ക് ബഹുമാനം കിട്ടാൻ അത് ആവശ്യമാണെന്ന് കരുതിക്കൊണ്ട് ഇതിന്റെ ഹുർമത്ത് കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഒരു 5 മിനിറ്റ് കൊണ്ട് സ്വർഗവും നരകവും രണ്ടും കൂടെ അങ്ങോട്ട് പറയാണ്. അതെന്തായാലും വളരെ എല്ലാ നിലക്കും അപൂർണമായിരിക്കും, ഉറപ്പാണ്. സമ്പൂർണമായി അവതരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ക്ഷമിക്കുക. സ്വർഗം അത് വല്ലാത്ത സന്തോഷകരമായ വീടാണ്. നമുക്ക് മരിച്ചു എന്നാൽ സ്വർഗം കിട്ടണോ? ഖുർആനിന്റെ വക്താക്കളായി ജീവിക്കണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. നേരത്തെ പറഞ്ഞ ആ വലിയ ആകാശഭൂമികളുടെ വിസ്തൃതി എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ ആ രൂപത്തിലൊന്നും ഇങ്ങോട്ട് കണക്ക് കൂട്ടി നോക്ക്, എത്ര ഉണ്ടാകും അത്? അപ്പൊ സ്വർഗത്തിന്റെ വലിപ്പം എത്രയാണ്? ഈ സ്വർഗമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ സ്വർഗത്തില് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു, സ്വർഗത്തിൽ ഏറ്റവും അവസാനം കടക്കുന്ന ആൾക്ക് കിട്ടുന്ന ദറജ, സ്ഥാനം ഏതാണെന്ന് പറഞ്ഞു തരുമോ? മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു. റസൂലുള്ളാഹി സഹാബത്തിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, അത് ഏറ്റവും അവസാനമായി വരുന്നത് ആരാണെന്നറിയോ? സ്വർഗക്കാരൊക്കെ സ്വർഗത്തിൽ കടന്നു, എല്ലാവരും സ്വർഗത്തിൽ കടന്നതിന്റെ ശേഷം അവസാനത്തെ വ്യക്തി സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നു വരാനുണ്ട്. അയാളോട് അല്ലാഹു പറയും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പോയി കടന്നോ എന്ന് പറയും. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കും, ഐ റബ്ബി കൈഫ്, ഐ റബ്ബി കൈഫ്, അല്ലാഹുവേ എങ്ങനെയാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുക? വഖദ് നസലന്നാസു മനാസിലഹും വഅഖദു അഖദാതിഹിം, ജനങ്ങളൊക്കെ അവരുടെ സൗകര്യങ്ങൾ നേടി അവരുടെ സീറ്റുകൾ കൈവശപ്പെടുത്തി ഓരോരുത്തരും സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്കവിടെ പോകാൻ സ്ഥലമില്ല, സ്വർഗം നിറഞ്ഞുപോയില്ലേ അല്ലാ? അപ്പോൾ അല്ലാഹു അവസാനായി സ്വർഗത്തിലേക്ക് പോകുന്ന ഈ മനുഷ്യനോട് ചോദിക്കത്രേ, ഫയുഖാലു ലഹു അത്തർദാ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂകി ദുനിയ. ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ ഒരു രാജാവിനുള്ള സൗകര്യം പോലത്തെ സൗകര്യങ്ങള്, രാജകീയ പ്രൗഢിയിലുള്ള സൗകര്യങ്ങള്, കൊട്ടാരവും വസ്ത്രവും ഉടുപ്പുമായിട്ട് ഭക്ഷണവുമായിട്ട് നിനക്ക് ഞാൻ അവിടെ ഒരുക്കി തരികയാണെങ്കിൽ നീ അതുകൊണ്ട് പൊരുത്തപ്പെടോ? ഈ ഭൂമിയിലുള്ള ഒരു രാജാവിനുള്ള സൗകര്യം മതിയോ? അവൻ പറയത്രേ, റളീതു റബ്ബി, റബ്ബേ എമ്പാടും മതി മതി മതി.
ആ സമയത്ത് അല്ലാഹു പറയുന്നു ലകദാലിക, എന്നാൽ ഒരു രാജാവിന്റെ സൗകര്യം നിനക്ക് ഞാൻ സ്വർഗത്തിൽ നൽകുകയാണ്. അല്ലാഹു പറയുന്നു അതിന്റെ 4 ഇരട്ടി സൗകര്യം എന്ന് പറഞ്ഞാൽ 5 രാജാക്കന്മാരുടെ സൗകര്യം. 5 രാജാക്കന്മാർക്ക് ഭൂമി ലോകത്ത് നീ കണ്ട 5 രാജാക്കന്മാരുടെ സൗകര്യം നിനക്ക് ഞാൻ തരികയാണ്. 5 വട്ടം 4 വട്ടം പറഞ്ഞ് 5ാമത്തതും മിസ്ലുഹു എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് ഈ അടിമ ഇടപെട്ടുകൊണ്ട് പറയും റദീതു റബ്ബി, മതി റബ്ബേ. ഇതാണ് സ്വർഗ്ഗം. മതി റബ്ബേ, ഞാൻ എല്ലാ നിലക്കും സംതൃപ്തനാണ്, ഞാൻ എല്ലാ നിലക്കും സംതൃപ്തനാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും പറയാണ് ഹാദാ ലക വഅശ്റതു അംസാലിഹി, ഇത് മതിയെങ്കിൽ നിനക്ക് എന്ത് 5 രാജാക്കന്മാരുടെ സൗകര്യം മതിയെങ്കിൽ 5 രാജാക്കന്മാരുടെ സൗകര്യവും അതിന്റെ 10 ഇരട്ടിയും നിനക്ക് നൽകാം. 10 5 50 രാജാക്കന്മാരുടെ സൗകര്യം ഞാൻ നിനക്ക് അനുവദിച്ചിരിക്കുകയാണ്. കേറിപ്പോയിക്കോ. വലക ഫീഹാ മസ്തഹത് നഫ്സുക വലദത് ഐനുക, നിന്റെ കണ്ണിന് ആനന്ദം തോന്നുന്ന, നിന്റെ മനസ്സ് മോഹിക്കുന്ന എന്ത് സുഖസൗകര്യങ്ങളും അവിടെയുണ്ട്, കടന്നു പോയിക്കോളൂ. സുബ്ഹാന മൻ ജല്ല ജലാലു. ആ സമയത്ത് ഈ മനുഷ്യൻ ചോദിക്കും യാ റബ്ബ്, എന്റെ റബ്ബേ, ഫഅലാഹും മൻസിലതൻ. എന്താ ചോദിക്കുന്നത്? ഏറ്റവും അവസാനത്തെ വണ്ടിയായ ഞാൻ സ്വർഗത്തിൽ വന്നപ്പോ എനിക്ക് ഇത്ര വലിയ സൗകര്യങ്ങളാ നീ തന്നതെങ്കിൽ ഇതിലേറ്റവും ഉയർന്ന പദവിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഉലൈകല്ലദീന അറസ്തു കറാമതഹും ബിയദി വഖതംതു അലൈഹാ ഫലം തറ ഐനുൻ വലം തസ്മഅ ഉദുനുൻ വലം യഖ്തർ അലാ ഖൽബി ബശർ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളിലാണ് ഞാൻ അവരെ കടത്തിവിട്ടിരിക്കുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും. എന്താണ് സ്വർഗത്തിലുള്ള ഈ സൗകര്യങ്ങൾ? സ്വർഗത്തിലെ പടവർഗ്ഗങ്ങൾ. സൂറത്ത് മുഹമ്മദ്. എണ്ണം തികയാത്തതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ വന്നു അല്ലേ? ഇവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഇവിടെ കയറി. നിങ്ങൾ വിചാരിച്ചതിലേറെ ആള് വരികയാണെങ്കിൽ ചിലപ്പോൾ ഉള്ള പൊതി പകുതിയാക്കേണ്ടി വരും. നിങ്ങൾക്ക് തരാൻ വിചാരിച്ചത് ഓരോ ആപ്പിൾ തരാൻ കരുതിയിട്ടുണ്ടെങ്കിൽ നേരെ ഇരട്ടി ആളുകൾ ഇവിടെ വന്നുവിടുകയാണെങ്കിൽ അത് മുറിക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് അങ്ങാടിയിൽ പോകുമ്പോ, മാർക്കറ്റിൽ പോകുമ്പോ ഇഷ്ടമുള്ള പഴം ഉണ്ടാകും, പക്ഷേ വില ചോദിക്കുമ്പോ തൊട്ടാ പൊള്ളുന്ന വിലയാണ്. അപ്പൊ തൽക്കാലം ഇഷ്ടം ആപ്പിളാണെങ്കിലും കറുത്ത മുന്തിരി അല്പം വാങ്ങിയിട്ട് തിരിച്ചു പോരേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ സ്വർഗത്തിൽ അതുണ്ടോ? ലാ മഖ്തൂഅ, മുറിക്കപ്പെടേണ്ട ആവശ്യമില്ല. വലാ മംനൂഅ, ഒരു കാരണവശാലും അവിടെ പഴങ്ങൾ തടയപ്പെടുകയില്ല. സൂറത്തുൽ വാഖിയ. എന്നാലോ പഴം പറിക്കാൻ മരത്തിൽ കയറണോ? പഴം പറിക്കാൻ മരത്തിൽ കയറണ്ട, തോട്ടി കെട്ടണ്ട എന്നല്ല. കിടക്കുന്നിടത്ത് നിന്ന് ഇരിക്കണ്ട, ഇരിക്കുന്നവൻ എഴുന്നേൽക്കണ്ട. വദുല്ലിലത്ത് ഖുതൂഫുഹാ തദ്ലീല, അതിൽ നിന്ന് പറിച്ചെടുക്കാവുന്ന പഴങ്ങൾ അവന്റെ വരുതിയിൽ നമ്മൾ ഒതുക്കി കൊടുക്കും. സൂറത്തുൽ ഇൻസാൻ. വഫവാകിഹ മിമ്മാ യസ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന ഏതു പഴങ്ങളും. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പഴങ്ങൾ. ഇങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മാത്രമല്ല സ്വർഗത്തിലെ മാംസം, വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ, അവർ മോഹിക്കുന്ന പക്ഷി മാംസം. കാട മാംസം വേണോ, കോഴി മാംസം വേണോ, പക്ഷി മാംസം ഉയർന്ന മാംസമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അവിടെയൊക്കെ കുറെ പറയാനുണ്ട്. ഞാനിപ്പോ സമയമില്ലാത്തതുകൊണ്ട് രത്ന ചുരുക്കം മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പലർക്കും പല ഭക്ഷണത്തിൽ പല മാംസത്തിനായിരിക്കും മോഹം, പലർക്കും പല മാംസത്തിനുമായിരിക്കും മോഹം. നമ്മൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ കൊളത്തൂർ ഉസ്താദ് പറഞ്ഞതുപോലെ പറയാം, മലപ്പുറത്തുകാർ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. ഇത് നമ്മളെല്ലാവരും കൂടെ, കേരളക്കാർ മൊത്തം കൂടിയ സദസ്സ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം നേരത്തെ പിൻവലിച്ചത്. ഞാൻ പറയുന്ന മലപ്പുറത്തുകാർക്ക്, ഞാൻ മലപ്പുറത്തുകാരനാണ്, അതുകൊണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ മലപ്പുറത്തുകാർക്ക് എന്തായാലും പോത്തിറച്ചില്ലാഞ്ഞാൽ ഏത് കാട കിട്ടിയിട്ടും ഏത് ഒട്ടകപ്പക്ഷി കിട്ടിയിട്ടും അവർ പൊരുത്തപ്പെടുന്ന കാര്യം കുറിച്ച് പ്രയാസമാണ്. അപ്പൊ സ്വർഗത്തിൽ പോത്തിറച്ചി ഉണ്ടാകുമോ? ബീഫ് ലഭ്യമാണോ? ചോദ്യം തന്നെയാണല്ലോ. സൂറത്തുൽ
വാഖയയിലൊക്കെ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു. എന്നാൽ സൂറത്തു തൂറിൽ അല്ലാഹു പറയുന്നു വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് അവരാഗ്രഹിക്കുന്ന ഏതു മാംസവും അവിടെയുണ്ട്. സൂറത്തു തൂർ 22. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹിയുടെയും ഒരു ജൂത പുരോഹിതന്റെയും ഇടയിൽ ഒരു സംഭാഷണം നടക്കുന്നു. ആ സമയത്ത് ജൂത പുരോഹിതൻ നബി തങ്ങളോട് ചോദിച്ചു, നബി തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചത് ആ ജൂതൻ ഇത് അറിയാമായിരുന്നു. മൂസ നബി അലൈഹിസ്സലാമിൽ നിന്ന് കേട്ടുപഠിച്ച വിവരമുണ്ട്. ഈ ചോദിച്ചു, തൗറാത്തിലൂടെ കേട്ടുപഠിച്ച വിവരമുണ്ട്. നബി തങ്ങളോട് ചോദിച്ചു, മാ തുഹ്ഫതുഹും ഹീന യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുമ്പോ അവർക്ക് സമ്മാനമായി ലഭിക്കുന്നത് ആദ്യം കിട്ടുന്ന ഭക്ഷണം എന്താണ്? അവിടുന്ന് പറഞ്ഞു കബിദുന്നൂൻ, മത്സ്യത്തിന്റെ കരളാണ് ആദ്യം ഭക്ഷിപ്പിക്കുന്നതെന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പോഴാ ജൂതൻ പറഞ്ഞത് ആള് പ്രവാചകൻ തന്നെയാണ്, ആള് പ്രവാചകൻ തന്നെയാണ്. വീണ്ടും ചോദിച്ചു, ഫമാ ഗിദാഉഹും അലാ ഇസ്രിഹ, അത് ചെല്ലുമ്പം കൊടുക്കുന്ന ഒരു വെള്ളം, അല്ലെ, ഒരു അതിഥി വന്നാൽ ഒരു വെള്ളം കൊടുക്കും, ഒരു ചായ കൊടുക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കനമുള്ള ഭക്ഷണം എന്ത് കൊടുക്കും? മെയിൻ ഭക്ഷണം എന്താണ് കൊടുക്കുക? മറുപടി പറഞ്ഞു, സ്വർഗത്തിന്റെ ഓരം പറ്റി മേഞ്ഞു നടക്കുന്ന കാളകളെ അറുത്തിട്ടതിന്റെ മാംസം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് ഞാനിപ്പോ വായിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. എന്ത്? പോത്തിറച്ചിയുണ്ട്, അവിടെ മാടിനെ അറുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഓരത്തുകൂടെ അങ്ങനെ മേഞ്ഞു നടക്കുന്ന, സ്വർഗത്തിന്റെ ഓരത്തുകൂടെ മേഞ്ഞു നടക്കുന്ന മൃഗത്തെ പിടിച്ചിട്ട് അപ്പോൾ അറുത്തിട്ട് അതിന്റെ ഭക്ഷണം, അതിന്റെ മാംസം അവിടെ വിതരണം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വർഗത്തിലെ വസ്ത്രങ്ങൾ, അവിടുത്തെ ഉടയാടകള്, അവിടുത്തെ ആഭരണങ്ങള്, യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ, അതേ കട്ടിക്കൂടിയതും കുറഞ്ഞതുമായ പട്ടുവസ്ത്രങ്ങൾ. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉലുഅ, സ്വർണത്തിന്റെ മുത്തുകളുടെ ആഭരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, വളകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ നീണ്ടുപോകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കല് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു നല്ല വസ്ത്രം ഹദിയയായി ലഭിക്കുകയാണ്. നല്ല ഒരു വസ്ത്രം. എല്ലാവരും അതിന്റെ ഭംഗി കണ്ടിട്ട് ഫജഅലന്നാസു യതദാവലൂനഹ ബൈനഹും, ജനങ്ങൾ പരസ്പരം അതിങ്ങനെ കൈമാറാനും നോക്കാനും തുടങ്ങി. എന്തു ഭംഗിയുള്ള വസ്ത്രമാണ് മുത്തുനബിക്ക് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, കാണിക്കയായി ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവരതിന്റെ അതിന്റെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെടുന്നു. വയഅജബൂന മിൻ ഹുസ്നിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതഅജബൂന മിൻഹാ, ഈ വസ്ത്രത്തിന്റെ സൗന്ദര്യം കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നോ? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഇതുപോലെ സുന്ദരമായ ഒരു മുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരുത്തന്റെ നിയന്ത്രണത്തിലാണോ അവൻ സാക്ഷി, ലമനാദീരു സഅദിൻ ഫിൽ ജന്നതി ഖൈറും മിൻഹാ, സഅദ്, എന്റെ പ്രിയപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ഉപയോഗിക്കുന്ന കർച്ചീഫുകളാണ്, അവിടെ ഉപയോഗിക്കുന്ന തൂവാലകള് ഇതിനേക്കാൾ ഭംഗിയുള്ളതായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. സഅദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ഉപയോഗിക്കുന്ന കർച്ചീഫടക്കം ഇതിനേക്കാൾ ഭംഗിയുണ്ടാകുമെന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിലെ ഉടയാടകളുടെ ഭംഗി ഇനി പറയേണ്ടതുണ്ടോ? ഇല്ല. ഇനി സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം, സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ പറയുന്നു, അള്ളാഹുവിനെ കാണലാ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം, മുത്തുനബിയെ കാണലാണ് സ്വർഗത്തിലെ സന്തോഷം. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? സൂറത്തുർ റഅദിൽ അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സദസ്സിലുള്ളവർ മുഴുവനും അതാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഈ സദസ്സിലുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ കാണാൻ തൗഫീഖില്ലാത്ത എന്റെ ഉപ്പ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ലോകത്തോട് വിട പറഞ്ഞു. ആ ഉപ്പയുടെ കാര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കൊതിയാണ്. സൂറത്തുർ റഅദിലെ ഈ ആയത്തോതുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, 8 വയസ്സിൽ ഉപ്പയുടെ കൈ പിടിച്ച് കടയിൽ പോയി മിഠായി വാങ്ങിയ ചെറിയൊരു ഓർമ്മ മാത്രമുണ്ട്.
അതുകൊണ്ട് പലപ്പോഴും ഈ ആയത്തുകൾ ഓതുമ്പോഴൊക്കെ ഓർമ്മ വരാറുണ്ട്. അല്ലാഹു തആല സൂറത്തുർ റഅദിൽ തരുന്ന ഒരു വാഗ്ദാനമാണ്, ജന്നാതു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിൽ കടക്കുമ്പോൾ അവർക്ക് സ്വർഗ്ഗത്തിൽ കടന്ന് സ്വർഗ്ഗത്തിലെ കാര്യങ്ങളൊക്കെ അവരെ ആസ്വദിക്കുമ്പോൾ ആ സ്വർഗ്ഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ സന്തോഷം, അവര് മാത്രം സ്വർഗ്ഗത്തിൽ കടന്നിട്ട് സ്വർഗം സന്തോഷകരമാകൂല. ഒരു ഉമ്മക്ക് 4 നേരം നിങ്ങൾ ബിരിയാണി വിളമ്പിക്കൊടുത്തിട്ട് കാര്യമില്ല. ആ ഉമ്മയുടെ മകൻ ജയിലിലാണെങ്കിൽ ആ ഉമ്മക്ക് ആ ബിരിയാണി ആസ്വദിച്ച് തിന്നാൻ കഴിയൂല. ആ ഉമ്മക്ക് ആ ബിരിയാണിയുടെ ടേസ്റ്റ് അറിയാൻ കഴിയൂല. കഴിച്ചാൽ തന്നെ കഴിക്കൂല, കഴിച്ചാൽ തന്നെ ടേസ്റ്റ് അറിയൂല. ഇതല്ലേ അതിന്റെ ലോകം. അവിടെയാണ് പറയുന്നത്, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. എന്നും ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്ന വിശുദ്ധ ഖുർആൻ പഠിതാക്കളോട് പറയട്ടെ, നിങ്ങൾ മാത്രം രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചാൽ പോരാ, നിങ്ങൾ മാത്രം എന്നും ഖുർആൻ ഓതിയാൽ പോരാ, നിങ്ങൾ മാത്രം ഖുർആൻ ക്ലാസ്സിന് വന്നാ പോരാ, നിങ്ങളെ മക്കളെയും കൂടെ നിങ്ങൾ ഈ മാർഗത്തിൽ വളർത്തിയെടുക്കണം. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞത്? സ്വർഗത്തിന്റെ അയല ദറജയിൽ ഇരുന്നിട്ട് ഒരാളിങ്ങനെ കൊതിക്കും അത്രേ, പടച്ചോനെ എന്റെ ഭാര്യ എവിടെ, എന്റെ മകനെവിടെ, എന്റെ മകളെവിടെ, എന്റെ ഭർത്താവ് എവിടെ? അള്ളാഹു പറയും, അവർ സ്വർഗത്തിന്റെ ഒരു മൂലയിൽ കയറിക്കൂടിയിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത അത്ര അമല് ചെയ്തിട്ടില്ല, അതുകൊണ്ട് താഴെ തട്ടിലുണ്ട്, സുഖം തന്നെയാണ്, പോരാ, എനിക്ക് എന്റെ കുടുംബം എന്റെ കൂടെ വേണം. അള്ളാഹു പറയുന്നു, ഇനി എന്താ ഇതിന് മാർഗം? 2 മാർഗേ ഉള്ളൂ, രണ്ടാലൊരു മാർഗം. ഒന്നുകിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം തരം താഴ്ത്തി അവരിലേക്ക് അങ്ങോട്ട് ഇറക്കണം, അത് എന്നോട് ചേർന്ന പണിയല്ല. രണ്ടാമത്തേത്, അവരർഹിക്കാത്ത സ്ഥാനത്തേക്ക് അവരെ പ്രമോട്ട് ചെയ്തിട്ട് അവർക്ക് പ്രമോഷൻ നൽകിയിട്ട് നിങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് ചേർക്കണം. അത് അർഹമുറാഹിമായ എന്നോട് ചേർന്ന പണിയാണ്. അത് ചോദ്യം ചെയ്യാൻ ഉദാരനായ റബ്ബ് ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ഒരു ശക്തിയുമില്ല. അതുകൊണ്ട് അവരെയൊക്കെ നിങ്ങളടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ സ്വാലിഹായ, ഏറ്റവും സ്വാലിഹായ വാപ്പയോടൊപ്പം മക്കൾക്ക് സന്ധിക്കാം, മക്കളോടൊപ്പം വാപ്പക്ക് സന്ധിക്കാം, ഭർത്താവിനോടൊപ്പം ഭാര്യയ്ക്ക് വരാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉപ്പ പ്രതീക്ഷയാണ്, ഉമ്മ പ്രതീക്ഷയാണ്. പക്ഷെ അതിനും വേണം എന്ത്? സ്വർഗത്തിൽ കടക്കാനുള്ളത് സ്വന്തം വകക്ക്. ജസ്റ്റ് അഡ്മിഷൻ കിട്ടണം, എങ്കിലേ ഈ പറഞ്ഞതൊക്കെ നടക്കുള്ളൂ. അഡ്മിഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗം ആസ്വദിക്കാൻ കഴിയൂലല്ലോ എന്ന ഒരു ചോദ്യം, അതിന് ഉത്തരവൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നാ സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. അതെ, അവർക്ക് ഞാൻ എല്ലാം അവിടെ തന്നെ എന്തു ചെയ്യും? ആ കൂട്ടക്കാരെ കുറിച്ചും കുടുംബക്കാരെ കുറിച്ചുമുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തിയിട്ട് അവർക്ക് ആസ്വദിക്കാൻ അവരെ വിട്ടുകൊടുക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു വഴിക്കല്ല നമ്മൾ നീങ്ങുന്നതെങ്കിൽ നമ്മളും കുടുംബവും നരകത്തിലായിരിക്കും. ഈ നരകത്തിന്റെ കഥ എന്താണ്? അതിൽ 2-3 വിഷയങ്ങൾ മാത്രം പറയാം, കൃത്യം 5 മിനിറ്റ്. ആ 5 മിനിറ്റ് കൊണ്ട് പ്രഭാഷണം അവസാനിപ്പിക്കും. 37 42 പ്രഭാഷണം അവസാനിപ്പിക്കും. ഇന്നഹാ തർമീ ബിശ്ശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. സൂറത്തുൽ മുർസലാത്ത് എന്താ പറഞ്ഞത്? നരകത്തിൽ തീയാണുള്ളത്. ആർക്കും അറിയാത്തില്ല, അടിസ്ഥാന കാര്യം നരകത്തിൽ തീയ. ആ തീയിന്റെ കടുപ്പാണെന്ന് പറഞ്ഞത്. ഇന്നഹാ തർമീ ബിശ്ശറരിൻ കൽ ഖസ്ർ. കൊട്ടാര സമാനമായ തീപ്പൊരികൾ മേലോട്ട് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും നരകം. കൊട്ടാര സമാനമായ തീപ്പൊരികൾ മേലോട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. ഇന്നഹാ തർമീ ബിശ്ശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. മഞ്ഞ ഒട്ടകങ്ങളുടെ വണ്ണമുണ്ടാകും അതിന്. ഒരു കൊട്ടാരത്തിന്റെ ഉയരവും ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണവും ഒരു തീപ്പൊരിക്കുണ്ടെങ്കിൽ അതിന്റെ താഴ്ഭാഗത്ത് കത്തുന്ന തീയിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇനി അതിൽ നിന്ന് തിന്നാൻ കിട്ടുന്ന ഭക്ഷണം അത് സഖൂം വൃക്ഷമാണ്. അതിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചലവും ചോരയും മിക്സ് ചെയ്ത ആ ഹമീം വെള്ളമാണ്. അതിന്റെ ഒന്നും കടുപ്പം, അത് കുടിക്കാൻ വേണ്ടി വായോട് അടുപ്പിക്കുമ്പോഴേക്ക് മുഖത്തെ മാംസം ഇങ്ങനെ ഉരുകിയിട്ട് ഗ്ലാസിലേക്ക് വീഴുമെന്നാണ്. പിന്നെ ആ നരകത്തിലെ വസ്ത്രങ്ങൾ എന്താണ്? ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. തീ കൊണ്ട് മുറിച്ചെടുത്ത വസ്ത്രങ്ങളാണ്
തീയിന്റെ കഷ്ണങ്ങളാണ് അവർക്ക് കൊടുക്കുന്ന വസ്ത്രങ്ങള്. സറാബീലുഹും മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ, സൂറത്ത് ഇബ്രാഹിം. അതുപോലെ തന്നെ ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാശ് വകദാലിക നജ്സിൽ ളാലിമീൻ. ചുരുക്കി പറയാ, അതിന് മലയാളത്തിൽ അതിന്റെ ആശയം മാത്രം പറയാണ്: ഉടുക്കാൻ തീയ്, പുതക്കാൻ തീയ്, പാൻസ് തീയ്, അതുപോലെ തന്നെ പുതപ്പ് തീയ്, വിരിപ്പ് തീയ്. ഇത് എങ്ങനെ ഉൾക്കൊള്ളും ഈ നരകം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉടുക്കാനും പുതക്കാനും വിരിക്കാനും തീയിന്റെ മെത്തകളാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തെ മുഴുവനും അല്ലാഹു കാക്കട്ടെ. വിശാലമായി അവതരിപ്പിക്കണമെന്ന് കരുതിയതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ചർച്ച നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി അല്ലാഹു ഈ സദസ്സിനെ എല്ലാ നിലക്കും അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.